ഹലോ. രാവിലെ തന്നെ ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമാണല്ലേ, പ്രത്യേകിച്ച് പുറത്ത് നല്ല മഴ പെയ്യുമ്പോൾ. പക്ഷെ എന്താ ചെയ്യുക, എക്സാം ആയിക്കാൻ നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് എൻ്റെ മോർണിംഗിലെ കുറച്ച് സ്റ്റഡി വ്ളോഗ് കണ്ടാലോ. സ്റ്റഡി വ്ളോഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ള സ്റ്റഡി വ്ളോഗ് വെച്ച് ഇതിനെ കമ്പയർ ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് പഠിക്കാൻ ഓരോ പോലെയാണല്ലോ. അതുപോലെ കുത്തിരുന്ന് പഠിക്കുന്ന ശീലമൊന്നും എനിക്കില്ല. നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ പഠിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വ്ളോഗിലോട്ട് കിടക്കാം. അപ്പോൾ ഇപ്പോൾ ടൈം ഏകദേശം 7:30 ആയിട്ടുണ്ട്. അപ്പോൾ സാധാരണ എല്ലാവരും 5 മണി 6 മണിക്ക് എനിക്കിരുന്നാണ് പഠിക്കാറ്. പക്ഷേ എനിക്ക് രാത്രി എത്ര വേണമെങ്കിലും ലേറ്റ് ആയിരുന്നു പഠിക്കാം. പക്ഷെ രാവിലെ നേരത്തെ എണീക്കണമായിരിക്കും, അത് എനിക്ക് തീരെ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ എനിക്കിരുന്ന് പഠിച്ച് ഇന്നത്തെ ദിവസം കളയുന്നില്ല. അപ്പോൾ 7:30 ആയിട്ടുണ്ട്. നോർമൽ ഞാൻ 7:30 തന്നെയാണ് എനിക്കാറ്. അപ്പോൾ ഇന്നും 7:30 ആയിട്ടുണ്ട്. നമ്മൾ കുറേ നേരം ഇങ്ങനെ നേരത്തെ എനിക്കോ അല്ലെങ്കിൽ കുറേ നേരം ഇത് പഠിക്കണമെന്നില്ല. പഠിക്കുന്ന കുറച്ച് ടൈം നമ്മൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം എന്നുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റഡിയിലോട്ട് കിടക്കാം. ആദ്യം നമുക്കപ്പോൾ ഇന്നത്തെ ടു ഡു ലിസ്റ്റ് എഴുതാം. അതായത് നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഫസ്റ്റാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുക. എല്ലാ ദിവസവും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ പോകണമെന്നൊന്നുമില്ല. പക്ഷേ ചില ദിവസമെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ പോയാലോ. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ടു ഡു ലിസ്റ്റ് എഴുതി വയ്ക്കാം. എക്സാമിന് പഠിക്കാതിരിക്കുമ്പോൾ ആ ചാപ്റ്ററിലത്തെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതാണെന്ന് ഫസ്റ്റ് തന്നെ നോക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളതൊന്നും പഠിച്ചില്ലെങ്കിലും ആ ഇമ്പോർട്ടൻ്റെങ്കിലും പഠിച്ച് നമുക്ക് മാർക്ക് മേടിക്കാൻ പറ്റും. പഠിക്കുന്ന കാര്യത്തിലായാലും ഇതുപോലെ കുറേ ചെറിയ ചെറിയ ട്രിക്സ് ഉണ്ട്. നമ്മളപ്പോൾ അതിനനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായി ട്രിക്ക് ഉപയോഗിച്ച് മാർക്ക് മേടിക്കാവുന്നതാണ്. ഇപ്പോൾ ടൈം ഏകദേശം 9 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 7 തൊട്ട് തുടങ്ങുകയാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ അതിനിടയിൽ നമ്മൾ ബ്രേക്കൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അതുപോലെ തന്നെ നമ്മളെപ്പോൾ പഠിക്കുമ്പോഴും ഒരു 1 മണിക്കൂർ അരമണിക്കൂറൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് ബ്രേക്ക് എടുക്കുക നല്ലതാണ്. കാരണം കുറേ നേരം നമ്മളിങ്ങനെ ഇത് പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ബ്രേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോണെങ്ങാനും എടുത്തു കഴിഞ്ഞാൽ ആ വഴിക്ക് നമ്മളിങ്ങോട്ട് പോകും. അതുകൊണ്ട് തന്നെ ബ്രേക്ക് എടുത്താലും 10 മിനിറ്റ് കഴിഞ്ഞാൽ തിരിച്ച് വരണം എന്നുള്ള ഒരു ബോധത്തിൽ വേണം ബ്രേക്ക് എടുക്കാൻ. ഞാൻ പിന്നെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരലുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ബ്രേക്ക് എന്ന് പറഞ്ഞ് ഫോൺ എടുക്കാത്തത്. അപ്പോൾ നമുക്ക് ഫോണല്ലാണ്ട് വേറെ രീതിയിലും ബ്രേക്ക് എടുക്കാം. അതായത് നമുക്ക് വല്ല ബുക്കൊക്കെ വായിക്കുന്നവരാണെങ്കിൽ ബുക്കൊക്കെ വായിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുക്കുണ്ട്, അതാണ് അറ്റോമിക് ഹാബിറ്റ്. അറ്റോമിക് ഹാബിറ്റിനെ കുറിച്ച് പിന്നെ ആരുടെ അടുത്തും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി അത്രയും ഫേമസ് ബുക്കാണ്. ഞാൻ പക്ഷേ ഇപ്പോഴാണ് വായിക്കണമെന്ന് മാത്രം. പുതിയ ചേഞ്ചസ് ഒക്കെ വരുത്തണം, അല്ലെങ്കിൽ പുതിയൊരു ഹാബിറ്റൊക്കെ തുടങ്ങണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നല്ലൊരു ബുക്കാണ്. ഇത് വായിച്ചാൽ നമുക്ക് കുറേ ഇൻസ്പിറേഷനും അതുപോലെ മോട്ടിവേഷനൊക്കെ കിട്ടും. നമ്മുടെ ഇന്നത്തെ സ്റ്റഡി അപ്പോൾ ഇവിടെ ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയൊക്കെ പഠിച്ചാൽ മതിയൊന്ന്. മതി, ഇതന്നെ ധാരാളം. നമ്മൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് 1.5 മണിക്കൂർ 2 മണിക്കൂർ പഠിച്ചാൽ തന്നെ ധാരാളമാണ്. പിന്നെ എക്സാം ടൈം ആകുമ്പോൾ നമുക്കാണെങ്കിൽ കുറച്ചധികം പഠിക്കാമെന്ന് മാത്രം. പിന്നെ രാവിലെ നമുക്ക് ഇത്രയൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ, കാരണം ഇതിലും കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ തലയിൽ ഇരിക്കത്തില്ലല്ലോ. പഠിപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് നേരം ഫോണൊക്കെ എടുത്ത് കളിക്കാവുന്നതാണ്. പഠിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് എടുത്ത് റെസ്റ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് കുറച്ച് റീൽസൊക്കെ നോക്കി, പിന്നെ എനിക്ക് കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്യാണ് ചെയ്തത്. ഏകദേശം ടൈം ഒരു എത്ര മണി, അപ്പോൾ 11:30 ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോയി ബാക്കിയുള്ള നമുക്ക് ഫ്രഷ് ആവാം. അതുപോലെ തന്നെ ബാക്കിയുള്ള വീട്ടിലെ പണികൾ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.